കഥക്കൂട്ടിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കഥ കേൾക്കാം. കഥയുടെ പേരാണ് കുഞ്ഞിത്തോണി. നമുക്ക് കഥ തുടങ്ങിയാലോ? നമുക്കാദ്യം കഥയിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. ഒരിടത്തൊരിടത്ത് ഒരു തവളയും ചുണ്ടലിയും ഈച്ചയും ഉറുമ്പും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും തന്നെ കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം ഇവരെല്ലാവരും കൂടി നടക്കാനിറങ്ങി. അങ്ങനെ നടന്ന് അവർ ഒരു നദിക്കരയിലെത്തി. പുഴ കടക്കാൻ എന്താണ് വഴി? അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചോദിച്ചു. നമുക്ക് നീന്താം, തവള ചാടിക്കയറി പറഞ്ഞു. ഞങ്ങൾക്ക് നീന്താൻ വശമില്ല, മറ്റുള്ളവർ ഒരേ സ്വരത്തിൽ തിരിച്ചു പറഞ്ഞു. നീന്താൻ അറിയില്ലേ? കഷ്ടം! തവള കൂട്ടുകാരെ ഒരുപാട് കളിയാക്കി. എനിക്ക് ഒറ്റച്ചാട്ടത്തിന് അക്കരെ ചെല്ലാൻ കഴിയും. ഇത് പറഞ്ഞിട്ട് തവള പെട്ടെന്ന് തന്നെ പുഴയിലേക്കെടുത്തു ചാടി. ചുണ്ടലിക്കും ഈച്ചയ്ക്കും ഉറുമ്പിനും ഇത് കണ്ട് സങ്കടം വന്നു. കൂട്ടുകാരെ മറന്ന് സ്വന്തം കാര്യം നോക്കിയ തവളയോട് അവർക്ക് ദേഷ്യവും തോന്നി. കുറച്ചു സമയം അവരങ്ങനെ ആലോചിച്ചിരുന്നു. പുഴ കടക്കാൻ എന്താണൊരു വഴി? അവർ പരസ്പരം ആലോചിച്ചു. അവസാനം അവർ ഒരു വഴി കണ്ടുപിടിച്ചു. ചുണ്ടലി എവിടെ നിന്നോ ഒരു ചിരട്ടയും ഒരു ഇലയും കൊണ്ടുവന്നു. ഉറുമ്പ് വയലിൽ നിന്ന് ഒരു വൈക്കോൽ തുണ്ടും കൊണ്ടുവന്നു. ഇതെല്ലാം കൂടെ എങ്ങനെ ചേർത്ത് വെക്കും എന്നാലോചിച്ച് അവർ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതാ വരുന്നു നമ്മുടെ ഈച്ച, നീളമുള്ള ഒരു നൂലുമായി. 3 പേരും കൂടി ചിരട്ടയിൽ വൈക്കോൽ കഷ്ണം കുത്തി നിർത്തി. അതിൽ ഇല ചേർത്ത് വെച്ച് നൂലുകൊണ്ട് കെട്ടി. കൊച്ചുവെള്ളം തയ്യാറായി കഴിഞ്ഞു. അവർ സാവധാനം വഞ്ചി പുഴയിലിറക്കി. എന്നിട്ട് ഓരോരുത്തരായി പതിയെ അതിൽ കയറിയിരുന്നു. ഇലയിൽ കാറ്റ് തട്ടിയപ്പോൾ തോണി പതുക്കെ നീങ്ങാൻ തുടങ്ങി. അവർ 3 പേരും വളരെയധികം സന്തോഷത്തിലായിരുന്നു. നല്ല രസമല്ലേ? ഈച്ച പറഞ്ഞു. ഉറുമ്പും എലിയും തലയാട്ടി പറഞ്ഞു. അതെ അതെ, നല്ല രസമുണ്ട് ഈ വഞ്ചിയിൽ ഇങ്ങനെ പോകാൻ. തവള ഈ സമയം അക്കരെ എത്തിയിരുന്നു. കൂട്ടുകാരെ വീണ്ടും പരിഹസിക്കാനായി അവൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ ആ കാഴ്ച കണ്ടവൻ ഞെട്ടിപ്പോയി. അതാ അവർ 3 പേരും കൂടി കുഞ്ഞിത്തോണിയിൽ വരുന്നു. സത്യം പറഞ്ഞാൽ അതുകണ്ട് തവള നാണിച്ചുപോയി. എങ്ങനെ നാണിക്കാതിരിക്കും? വഞ്ചിയുണ്ടാക്കി കൂട്ടുകാർ വരുമെന്ന് തവള ചിന്തിച്ചതേയില്ല. ചുണ്ടലിയും ഈച്ചയും ഉറുമ്പും കൂടി കുഞ്ഞിത്തോണിയിൽ കയറി ഇക്കരെ തവളയുടെ അടുത്തെത്തി. തവളയ്ക്ക് അവരെ കണ്ടപ്പോൾ സങ്കടം വന്നു. മാത്രമല്ല തവള ഇവര് 3 പേരോടും ക്ഷമാപണം നടത്തുകയും ചെയ്തു. നിങ്ങളെ ഞാൻ തനിച്ചാക്കി പോന്നതിൽ ക്ഷമ ചോദിക്കുന്നു എന്നു പറഞ്ഞു. എന്നാൽ ചുണ്ടലിയും ഈച്ചയും ഉറുമ്പും കൂടി തവളയെ ചേർത്ത് നിർത്തി പറഞ്ഞു. നീ ഞങ്ങളെ അക്കരെ നിർത്തി കളിയാക്കിക്കൊണ്ട് ഇക്കരയ്ക്ക് പോന്നപ്പോൾ ഞങ്ങൾക്ക് ദേഷ്യം വന്നു എന്നത് സത്യമാണ്. എങ്കിലും നീ ഞങ്ങളുടെ കൂട്ടുകാരനല്ലാതാകുന്നില്ലല്ലോ. ഇനിയൊരിക്കലും ആരോടും ഇങ്ങനെ ചെയ്യരുത്. കൂട്ടുകാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളെന്നും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ഈച്ചയും ഉറുമ്പും ചുണ്ടലിയും കൂടി തവളയോട് പറഞ്ഞു. തവള അവരെ 3 പേരെയും ചേർത്ത് നിർത്തി പറഞ്ഞു, ഞാനിനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന്. അങ്ങനെ പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് അവർ 4 പേരും കൂടി വീണ്ടും യാത്ര തുടങ്ങി. കുഞ്ഞിത്തോണി എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും എത്താം.